എല്ലാവർക്കും AutoCAD കോഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫില്ലറ്റ് ആൻഡ് ചാംഫർ കമാൻഡ്സ് എന്താണെന്ന് നോക്കാം. റിബൺ പാനലിൽ ഇതിൻ്റെ ഐക്കൺ ലഭ്യമാണ്. ഇവിടെ നിന്നും ഫില്ലറ്റ് ആൻഡ് ചാംഫർ കമാൻഡ്സ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഫില്ലറ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിൻ്റെ എഡ്ജസ് റൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫില്ലറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനുള്ള കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് കമാൻഡ് ലൈനിൽ എഫ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതിയാകും. അതിനുശേഷം ഫില്ലറ്റ് റേഡിയസ് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്താൽ ഫില്ലറ്റ് കമാൻഡ് ആക്ടിവേറ്റ് ആവുന്നതാണ്. REC എന്ന് ടൈപ്പ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡയമെൻഷൻ 50 യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിളിൻ്റെ 4 കോർണറുകൾ ഫില്ലറ്റ് ചെയ്യണം, അതായത് റൗണ്ട് ചെയ്യണം. ഇതിനുവേണ്ടി ഫില്ലറ്റ് കമാൻഡ് റിബൺ പാനലിൽ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമാൻഡ് ലൈനിൽ F എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഫില്ലറ്റ് റേഡിയസ് സെറ്റ് ചെയ്യുകയാണ്. റേഡിയസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുകയാണ്. 10 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു. പിന്നീട് സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. വീണ്ടും എൻ്റർ ചെയ്ത് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്യുന്നു. അടുത്തതായി മറ്റൊരു റെക്റ്റാങ്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. $50 യൂണിറ്റ്സ് ഡയമെൻഷനുള്ള റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമാൻഡ് ലൈനിൽ F എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം റേഡിയസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റേഡിയസ് 15 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. എൻ്റർ ചെയ്തതിനു ശേഷം ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്ത് ഇതുപോലെ 4 കോർണറുകൾ റൗണ്ട് ചെയ്യിക്കാവുന്നതാണ്. ഒന്നുകൂടി ചെയ്യുകയാണ്. ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം F എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഇവിടെ റേഡിയസ് 10 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ട്രിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോ ട്രിം എന്ന ഓപ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ തേർഡും ഫോർത്തും കോർണറും ഫില്ലറ്റ് ചെയ്യുകയാണ്. ഇവിടെ നോ ട്രിം എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് കോർണറിലെ എഡ്ജസ് ട്രിം ആയി പോകാതിരുന്നത്. വീണ്ടും ഈ കോർണർ പോയിന്റ്സ് ട്രിം ചെയ്യണമെങ്കിൽ ട്രിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ട്രിം എന്ന ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യണം. പിന്നീട് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്താൽ കോർണർ എഡ്ജസ് റിമൂവ് ആകുന്നതാണ്. ഇങ്ങനെ ട്രിം നോ ട്രിം എന്ന ഓപ്ഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ചാംഫർ കമാൻഡ് എന്താണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിൻ്റെ എഡ്ജസ് ബിവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചാംഫർ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CH എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതിയാകും. അതിനുശേഷം ചാംഫർ ഡിസ്റ്റൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നീട് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്താൽ ചാംഫർ ആകുന്നതാണ്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിബൺ പാനലിൽ നിന്നും ചാംഫറിൻ്റെ കമാൻഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് 20 എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ഡിസ്റ്റൻസ് 20 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നു.
അതിനുശേഷം ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ കോർണർ പോയിന്റിൽ നിന്ന് 20 യൂണിറ്റ്സ് മാറിയിട്ട് കോർണർ പോയിന്റ്സ് കട്ട് ചെയ്ത രീതിയിൽ റെക്റ്റാങ്കിൾ അറേഞ്ച് ചെയ്യപ്പെടുന്നതാണ്. മറ്റൊരു റെക്റ്റാങ്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. REC എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. CHA എന്ന കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഡിസ്റ്റൻസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കോർണർ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് സെലക്ട് ചെയ്യുന്നത്. 10 എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. സെക്കൻഡ് ഡിസ്റ്റൻസ് 10 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്താൽ കോർണർ കട്ട് ചെയ്ത് വരുന്നതാണ്. മറ്റൊരു റെക്റ്റാങ്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം കമാൻഡ് ലൈനിൽ CHA എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇവിടെ നോ ട്രിം എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഇതിനുശേഷം ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ കോർണർ എഡ്ജസ് ട്രിം ആകുന്നില്ല എന്നത് കാണാവുന്നതാണ്. കോർണർ പോയിന്റ്സ് ട്രിം ചെയ്യുന്നതിന് വേണ്ടി ട്രിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വീണ്ടും ട്രിം എന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ കോർണർ എഡ്ജസ് റിമൂവ് ആകുന്നത് കാണാവുന്നതാണ്. മറ്റൊരു റെക്റ്റാങ്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. കമാൻഡ് ലൈനിൽ CHA എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഡിസ്റ്റൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡ്രോയിങ് ഏരിയയിൽ തന്നെ ചാംഫർ ഡിസ്റ്റൻസ് സ്പെസിഫൈ ചെയ്ത് ചാംഫർ ചെയ്യുകയാണ്. ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ സെക്കൻഡ് കോർണറും തേർഡ് കോർണറും ചാംഫർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഡ്രോയിങ് ഏരിയയിൽ തന്നെ സ്പെസിഫൈ ചെയ്താണ് ചാംഫർ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്.